നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗോപാലന്റെ ചിട്ടി കമ്പനി പൂട്ടിക്കുമെന്ന് പറഞ്ഞാൽ പൂട്ടിക്കും. രായപ്പന്റെ കൂടെ കൂടി ഹിന്ദുക്കളെ വഞ്ചിച്ച മോഹൻലാലും ഗോപാലനും കരയാൻ പോകുന്നതേയുള്ളൂ. അധികം വൈകില്ല ഗോപാല. ചിട്ടി കമ്പനികൾ ഓരോന്നിലേക്കും ഈടി കയറിയിറങ്ങി നിരങ്ങും. ചിട്ടി ആപ്പീസും പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരും. ഖേദപ്രകടനം കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. എമ്പുരാൻ സിനിമ ഇറങ്ങി വിവാദം കത്തിപ്പടർന്നതിന് പിന്നാലെ ഗോകുലം ഗോപാലന് നേരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഭീഷണിയായിരുന്നു ഇത്. എമ്പുരാനിൽ പൊള്ളിയവർ പണി തുടങ്ങിയെന്ന് സാരം. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ ED റെയ്ഡ്. ചെന്നൈ, കൊച്ചി, കോഴിക്കോട് ഓഫീസുകളിലാണ് പരിശോധന നടന്നത്. വിശദമായ പരിശോധനയാണ് ED നടത്തിയത് എന്നാണ് വിവരങ്ങൾ. ഫെമ നിയമം ലംഘിച്ചുവെന്നാരോപിച്ചാണ് പരിശോധന നടത്തിയത് എന്നാണ് വിവരങ്ങൾ. ഇത് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടക്കുന്നത് എന്നാണ് വിവരങ്ങൾ പുറത്തുവന്നത്. ED ഡെപ്യൂട്ടി ഡയറക്ടർ രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ എമ്പുരാൻ 200 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. കളക്ഷനിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എമ്പുരാൻ. അതിനിടയിലാണ് ഇപ്പോൾ നിർമ്മാതാവിന് 8ന്റെ പണി കൊടുത്തുകൊണ്ട് ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നത്. വിവാദമായ എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാവാണ് ഗോകുലം ഗോപാലൻ. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നാണ് ഗോകുലം ഗോപാലൻ എമ്പുരാൻ അവസാന നിമിഷം ഏറ്റെടുത്തത്. സിനിമ റിലീസായതിന് പിന്നാലെ ഗുജറാത്ത് കലാപം ചിത്രീകരിക്കുന്ന രംഗങ്ങളുടെ പേരിൽ വലിയ വിവാദമാണ് കത്തിപ്പടർന്നത്. പ്രേക്ഷകർ സ്നേഹിക്കുന്ന താരങ്ങൾ അഭിനയിച്ച സിനിമ നിന്നു പോകരുതെന്ന് കരുതിയാണ് എമ്പുരാനുമായി സഹകരിച്ചതെന്ന് ഗോകുലം ഗോപാലൻ പറഞ്ഞിരുന്നു. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ സംഘടനകൾ ഇരച്ചിറങ്ങി രംഗത്ത് വന്നു. ഗോദ്ര സംഭവം, ഗുജറാത്ത് കലാപം എന്നിവയിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുവെന്ന വിമർശനമാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിയത്. മോഹൻലാലും പൃഥ്വിരാജും എല്ലാവരും ചേർന്ന് ഹിന്ദുക്കളെ പറ്റിച്ചു എന്ന പ്രചരണം ഇവർ കൊളുത്തിവിടുകയായിരുന്നു. ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് നിർമ്മാതാക്കൾ പിന്നീട് ഇടപെട്ട് 24 കട്ടുകൾ സിനിമയിൽ ചെയ്തിരുന്നു. വിവാദ ഭാഗങ്ങളിൽ ചിലത് ഒഴിവാക്കി റീസെൻസറിംഗ് നടത്തിയ പതിപ്പാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നത്. എന്നാൽ ഗോകുലം ഗോപാലൻ ഖേദപ്രകടനം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. EDയെ കൊണ്ട് വേട്ടയാടിക്കാൻ തന്നെയാണോ കേന്ദ്ര നീക്കമെന്ന ചോദ്യം ശക്തമാകുകയാണ് ഇപ്പോൾ. മുൻപ് ഗോകുലത്തിൽ ചില പരിശോധനകളൊക്കെ നടന്നിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അടുത്ത കാലത്ത് പരിശോധനകളോ റെയ്ഡോ ഒന്നും തന്നെ ഗോകുലത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് എമ്പുരാൻ ഇഫക്റ്റ് ആണെന്ന സംശയം വർദ്ധിപ്പിക്കുന്നത്. അടുത്തത് ആരുടെ നമ്പറാണ്? ആശീർവാദ് സിനിമാസിലേക്കോ അതോ ലൈക്കയിലേക്കോ എവിടേക്കായിരിക്കും ED കയറുക? ആന്റണി പെരുമ്പാവൂരും മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ കരുതിയിരുന്നോളൂ എന്ന മുന്നറിയിപ്പാണ് ഒരു കൂട്ടർ ഇപ്പോൾ ഉയർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. സിനിമ ഇറങ്ങി പണി കിട്ടിയെന്ന് ബോധ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഗോകുലം ഗോപാലൻ ഖേദപ്രകടനം നടത്തിയിരുന്നു. RSSനെയും BJPയെയും സിനിമ ചൊടിപ്പിച്ചു എന്ന് അറിഞ്ഞതിലുള്ള വേവലാതിയായിരുന്നു അദ്ദേഹത്തിന്. പൃഥ്വിരാജുമായി അദ്ദേഹം തെറ്റിയെന്നും പൃഥ്വിരാജിനെ അദ്ദേഹം വിമർശിച്ചു എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഖേദപ്രകടനം നടത്തണമെന്ന് സമ്മർദ്ദം ചെലുത്തിയതും ഗോകുലം ഗോപാലനായിരുന്നു. പിന്നാലെ ഖേദപ്രകടനം. ഞാനും മോഹൻലാലും ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരല്ല എന്ന പ്രഖ്യാപിക്കലായിരുന്നു ഗോകുലം ഗോപാലൻ നടത്തിയത്. അദ്ദേഹത്തിന്റെ നിർബന്ധപ്രകാരമായിരുന്നു പടത്തിൽ കത്തിവെക്കണമെന്നുള്ളതും വിവാദ രംഗങ്ങൾ മാറ്റണമെന്ന കടും പിടുത്തവും. എന്നാൽ സീൻ വെട്ടിമാറ്റിയിട്ടും ഖേദപ്രകടനം നടത്തിയിട്ടും ഫലമുണ്ടായില്ല. ഗോകുലത്തിൽ ED കയറി. സിനിമയിൽ 24 കട്ടുകൾ ചെയ്തിട്ടുണ്ട്. തിരക്കഥാകൃത്ത് മുരളി ഗോപി അതിൽ അതൃപ്തനാണെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടും RSS അടങ്ങിയില്ല. ഓർഗനൈസറിൽ എമ്പുരാനെതിരെ നിരന്തരം ലേഖനങ്ങൾ വന്നു. പൃഥ്വിരാജിനെ IS ആക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ പോലും RSSന്റെ മുഖപത്രത്തിൽ തുടരെ വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ഗോകുലത്തിലെ റെയ്ഡും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ എല്ലാം ഒരു കളി തന്നെയാണ് എന്ന് വ്യക്തമാകുകയാണ്. എമ്പുരാൻ സിനിമയിൽ തന്നെ ഒരു രംഗമുണ്ട്. വർഗീയതയ്ക്കെതിരെ സംസാരിച്ചാൽ അവർ നമ്മളെ വേട്ടയാടും, കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിക്കുമെന്ന് മഞ്ജു വാര്യർ പറയുന്ന ഒരു സീൻ. ആ രംഗത്തോട് കൂട്ടിച്ചേർത്താണ് ഗോകുലത്തിൽ നടന്ന റെയ്ഡിനെ കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. എമ്പുരാൻ വിവാദമായതിന് പിന്നാലെ ഗോകുലം ഗോപാലനെതിരെയും മോഹൻലാലിനെതിരെയും പച്ചത്തെറിവിളിയായിരുന്നു. ഹിന്ദുക്കളോട് ഇത് വേണ്ടായിരുന്നു ഗോപാല എന്ന തരത്തിലായിരുന്നു ചില അതിരുവിട്ട കമന്റുകളൊക്കെ. സംഘപരിവാർ അനുകൂലികൾ പച്ചയ്ക്ക് കമന്റ് ഇട്ടു, ഗോപാലന്റെ സമയമെടുത്തു, ഇനി ED വരുമെന്ന്.
അങ്ങനെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സംഘമാണോ ED? നിങ്ങൾക്ക് ശത്രുക്കളെന്ന് തോന്നിയാൽ അവരെ വേട്ടയാടാൻ കേന്ദ്ര ഏജൻസികളെ തുടലഴിച്ചു വിടുന്നത് ഭീരുത്വമാണെന്നാണ് സിനിമാ പ്രേമികൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലും എമ്പുരാൻ വലിയ വിവാദമാണ് ഉണ്ടാക്കിയത്. മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് ചിത്രീകരിച്ചത് വിദ്വേഷം പടച്ചുവിടലാണെന്ന് തമിഴ്നാട്ടിലെ ചില സംഘടനകൾ വാദിച്ചു. അവർ സിനിമയ്ക്കെതിരെ സമരവുമായി രംഗത്തിറങ്ങി. മുല്ലപ്പെരിയാർ അണക്കെട്ട് പ്രേക്ഷകർക്ക് സുരക്ഷിതമല്ലാത്തതായി ചിത്രീകരിച്ചു എന്നായിരുന്നു MDMK ജനറൽ സെക്രട്ടറി വൈക്കോയുടെ പ്രതികരണം. 2 വ്യത്യസ്ത രംഗങ്ങൾ ഉള്ളതിനാലാണ് നിരോധനം വേണമെന്ന് വൈക്കോ ആവശ്യപ്പെട്ടത്. ഒരു രംഗത്തിൽ തിരുവിതാംകൂർ രാജാവിനെ 999 വർഷത്തേക്ക് ഭൂമി പാട്ടത്തിന് നൽകുന്നതിനുള്ള കരാറിൽ ഒപ്പിടാൻ ബ്രിട്ടീഷുകാർ ഭീഷണിപ്പെടുത്തിയതായും മറ്റൊന്നിൽ നെടുമ്പള്ളി എന്ന സ്ഥലത്തിനടുത്തുള്ള അണക്കെട്ട് ബോംബ് ഉപയോഗിച്ച് നശിപ്പിക്കാൻ നിർദ്ദേശിച്ചതായും പറയുന്ന രംഗങ്ങൾ അത് വിദ്വേഷം പടച്ചുവിടലാണെന്ന് വൈക്കോ പറഞ്ഞത്. ബ്രിട്ടീഷുകാർ പോയെങ്കിലും രാജാവ് പോയെങ്കിലും അണക്കെട്ട് കേരളത്തെ നശിപ്പിക്കുമെന്ന് 4 വ്യത്യസ്ത രംഗങ്ങളിലെ സംഭാഷണങ്ങളിൽ പറയുന്നുവെന്നും വൈക്കോ വാദിച്ചു. അണക്കെട്ടിൽ ബോംബിടുന്നതിനെക്കുറിച്ചുള്ള ഒരു സംഭാഷണം സൂചിപ്പിക്കുന്ന മറ്റൊരു രംഗവും വൈക്കോ എടുത്തു പറഞ്ഞിരുന്നു. 2 ഷട്ടറുകൾ തുറന്നാലും നിരവധി ആളുകളെ മുക്കിക്കൊല്ലുന്ന ഒരു അണക്കെട്ടിൽ ബോംബിടുന്നത് കേരളത്തെ മുഴുവൻ നശിപ്പിക്കും എന്ന് ചിത്രീകരിച്ചത് 2 സംസ്ഥാനങ്ങൾ തമ്മിലടിക്കുന്നതിനുള്ള ഒരു കാരണമായി മാറുമെന്നായിരുന്നു വൈക്കോ പറഞ്ഞത്. സിനിമയിലെ മറ്റൊരു സംഭാഷണം ഉദ്ധരിച്ചുകൊണ്ട് ചെക്ക് ഡാമുകളുടെ സുരക്ഷയെ സിനിമ പൂർണ്ണമായും അവഗണിച്ചുവെന്ന് വൈക്കോ ഊന്നി പറഞ്ഞു. സുപ്രീം കോടതി നിയമിച്ച വിദഗ്ധ സമിതി അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നുണ്ടെന്നും എന്നാൽ നേട്ടം കൊയ്യുന്നതിനായി എമ്പുരാൻ റിലീസ് ചെയ്യുന്നതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ അണക്കെട്ടിനെക്കുറിച്ച് ഭയം സൃഷ്ടിക്കാൻ സിനിമയുടെ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചുവെന്നുമാണ് വൈക്കോ പറഞ്ഞത്. അതുകൊണ്ട് സിനിമ നിരോധിക്കണമെന്ന് വൈക്കോ വാദിച്ചത്. ഇത്തരത്തിൽ വലിയ രീതിയിൽ എതിർപ്പുകളും വിവാദങ്ങളും കത്തിപ്പടർന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു ഗോകുലം ഗോപാലൻ ഖേദപ്രകടനം നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എമ്പുരാൻ എന്ന സിനിമയിൽ കാണിക്കുന്ന എന്തെങ്കിലും സീനുകളോ ഡയലോഗുകളോ ആരെയെങ്കിലും വേദനിപ്പിച്ചുവെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ സംവിധായകനായ പൃഥ്വിരാജിനോട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ചില വാക്കുകൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ചില കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. അത്തരത്തിൽ പരാതി ഉയർന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സംവിധായകനോട് പറഞ്ഞത്. മാറ്റം വരുത്താൻ എന്തൊക്കെ സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് തിയേറ്ററുകളിൽ സിനിമ കളിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ മാറ്റണമെങ്കിൽ അതിന് നല്ല ചെലവ് വരും. അപ്പോൾ 4000-ലധികം തിയേറ്ററുകളിൽ ഓടുന്ന സിനിമയിൽ മാറ്റം വരുത്താൻ അത്രത്തോളം പണം മുടക്കേണ്ടി വരും. ഏകദേശം 40 ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. പരമാവധി ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊരു സിനിമ എടുക്കുന്നത് ആരെയും വേദനിപ്പിക്കാനല്ലല്ലോ. സിനിമ കാണുന്നവർ സന്തോഷിക്കാൻ വേണ്ടിയാണ് കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. ഔദ്യോഗികമായി ആരും ഒന്നും അറിയിച്ചിട്ടില്ല. മാനസികമായി ആർക്കെങ്കിലും നമ്മുടെ സിനിമ കാരണം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ചെയ്യണം എന്ന് ഞാൻ സംവിധായകനോട് നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹവും ആരെയും വേദനിപ്പിക്കുന്ന ആളല്ല. എന്തായാലും ഞങ്ങൾക്കാരെയും ബുദ്ധിമുട്ടിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. ഇതിൽ അഭിനയിച്ചവരും സംവിധായകനും പ്രൊഡ്യൂസർമാരും എല്ലാം ജനങ്ങളുടെ മനസ്സിൽ കുടിയിരിക്കുന്നവരാണ്. എന്തായാലും ചില കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ ആരും കാണാതെ ഇരിക്കാൻ പാടില്ല. അതിനുവേണ്ട നടപടികളാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൽ സാങ്കേതികമായി എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. സംവിധായകന് അതറിയാൻ പറ്റും. അദ്ദേഹം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാവരുടെയും സന്തോഷമാണ് നമ്മുടെ ലക്ഷ്യം. ഇതായിരുന്നു ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഗോകുലം ഗോപാലൻ പറഞ്ഞത്. ഇതിന് ശേഷമാണ് സിനിമയിൽ 17 കട്ടുകൾ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് അത് 24 കട്ടിലേക്ക് എത്തി. ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് സിനിമ വീണ്ടും പ്രദർശനത്തിനെത്തിയത്. എന്നിട്ടും ഒരു കാര്യവുമില്ല. സിനിമ പിൻവലിക്കണം എന്നുള്ള ആവശ്യത്തിലേക്കാണ് RSS ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഓർഗനൈസറിൽ നിരന്തരം ലേഖനങ്ങൾ വന്നതും പൃഥ്വിരാജിനെ എഴുതി തൊലപ്പിക്കും എന്നുള്ള തരത്തിലേക്കായിരുന്നു RSSന്റെ ഒരു പോക്ക്. എന്നാൽ ഇപ്പോൾ ED റെയ്ഡ് കൂടി ആയതോടെ മറ്റെന്തൊക്കെയോ നീക്കങ്ങൾ അണിയറ പ്രവർത്തകർക്കെതിരെ നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനയാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.